സ്റ്റാൻലി ജോസഫിന് വിവാഹബന്ധത്തിന് പുറത്തുണ്ടായ മകൾ അലീന തന്റെ ബംഗ്ലാവിലേക്ക് എത്തിയെന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ പുനലൂരിൽ നിന്നും സ്റ്റാൻലി ജോസഫിന്റെ അപ്പൻ ഔദക്കുട്ടി അവിടേക്ക് പുറപ്പെട്ടു. അലീനയെ എത്രയും പെട്ടെന്ന് അവിടുന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഔദക്കുട്ടി ആ ബംഗ്ലാവിലേക്ക് എത്തുന്നത്. പക്ഷേ അലീനയെ കണ്ടപ്പോഴേക്കും ഔദക്കുട്ടി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അയാളുടെ മനസ്സ് 55 വർഷം പിൻപിലേക്ക് നിമിഷ നേരം കൊണ്ട് പാഞ്ഞു. ചിന്നമ്മയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി താൻ 55 വർഷങ്ങൾക്ക് മുൻപ് എത്തുമ്പോൾ എങ്ങനെയായിരുന്നോ ആ പെൺകുട്ടി, അതേപോലെ തന്നെയുള്ളൊരു രൂപം. ശരിക്കും മരിച്ചുപോയവളെ ജീവനോടെ കണ്ടതുപോലെ ഔദക്കുട്ടി ശരീരമാസകലം കുളിരുകോരി ഒരൊറ്റ നിൽപ്പായിരുന്നു. ശിശുസഹജമായ ജിജ്ഞാസയോടെ തലനരച്ച ഒരു വൃദ്ധൻ ഇമയനക്കാതെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അലീനക്കൽപ്പം ജാള്യത തോന്നി. തുടർന്ന് ഇരു കൈകളും എടുത്ത് കൂപ്പി ഔദക്കുട്ടിച്ചായന് അലീന നമസ്കാരം പറഞ്ഞു. സ്റ്റാൻലി ജോസഫ് ഔദക്കുട്ടിച്ചായനെ അലീനയ്ക്ക് പരിചയപ്പെടുത്തി. തുടർന്ന് നിങ്ങൾ തമ്മിൽ സംസാരിക്കും, ഞാൻ അല്പം കഴിഞ്ഞു വരാം എന്ന് പറഞ്ഞ് അയാൾ മുറി വിട്ട് പുറത്തേക്ക് പോയി. അലീനയോട് എന്തു പറയണമെന്നറിയാതെ ഔദക്കുട്ടി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. സ്റ്റാൻലിയുടെ വീട്ടിൽ നിന്നും അലീനയെ പുറത്താക്കി പടിയടയ്ക്കുവാൻ വേണ്ടി വന്ന ആ വൃദ്ധൻ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗൗരവങ്ങളും വലിച്ചെറിഞ്ഞ് ശാന്തമായി ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ അലീനയുടെ മറുപടി, ഞാൻ ബാഗും പെട്ടിയും ഒക്കെ അടുക്കി തയ്യാറായിട്ട് നിൽക്കുകയാണ് പോകാനോ? എങ്ങോട്ട് പോകാൻ? എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആൻ്റപ്പൻ ചേട്ടൻ എന്നോട് പറഞ്ഞു പോകാൻ ഒരുങ്ങിയിരുന്നോളാൻ. പപ്പയുടെ അപ്പച്ചൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, വന്നാൽ ഉടനെ എന്നെ ഇവിടുന്ന് പറപ്പിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴേ റെഡിയായി നിൽക്കുകയാണ്. അത് കേട്ട് ഔദക്കുട്ടി വല്ലാതെ ഒന്ന് ചമ്മി. എന്നിട്ട് പറയുകയാണ്, അതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിച്ചു. അതിപ്പോൾ ആരായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ വിചാരിക്കുകയുള്ളൂ. അതിന് അലീനയുടെ മറുപടി, അയ്യോ വല്യപ്പച്ചൻ്റെ കുറ്റം പറഞ്ഞൊന്നും അല്ല ഞാൻ. കുറ്റം എൻ്റേതാണ്. ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. എനിക്ക് ഒട്ടും പാകമല്ലാത്ത ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ രീതികളുമായിട്ട് ഇണങ്ങിച്ചേരാനേ എനിക്ക് പറ്റുന്നില്ല. പപ്പ എനിക്ക് വേണ്ടി വാങ്ങിവെച്ച ഡ്രസ്സുകൾ പോലും എനിക്ക് പാകമല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഒരു അനാവശ്യ വസ്തുവാണ്. ഇരുമ്പ് സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കടയിൽ വലിയൊരു പാവക്കുട്ടിയെ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ. അത് കേട്ടിട്ട് ഔദക്കുട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആഹാ കൊള്ളാലോ, അത്രയ്ക്ക് മോശമാണോ ഈ സ്ഥലം? സ്ഥലം മോശമല്ല, കാലാവസ്ഥയും ചുറ്റുപാടുകളുമാണ്. ഒരു ചെടി കൊണ്ടുവന്ന് നട്ടു വെള്ളമൊഴിച്ചാൽ അത് വേര് പിടിച്ച് വളർന്നോളും. പക്ഷേ ഒരു മരം പറിച്ചു കൊണ്ടുവന്ന് നട്ടാലോ? എത്രയൊക്കെ വെള്ളവും വളവും കൊടുത്താലും വേരുകളൊക്കെ ചീഞ്ഞ് ശിഖരങ്ങളൊക്കെ ഉണങ്ങി ഇലകളെല്ലാം കൊഴിഞ്ഞ് ആ മരം നശിക്കും. അത് നിൽക്കുന്ന സ്ഥലവും വൃത്തികേടാവും. അതിനുവേണ്ടി ചെയ്ത പ്രയത്നങ്ങളെല്ലാം പാഴായി പോവും. ഔദക്കുട്ടിച്ചായൻ അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും അലീന പറയുകയാണ്, അതുകൊണ്ട് വല്യപ്പച്ചൻ എന്നെ പറഞ്ഞയച്ചാൽ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനിവിടെ താമസിക്കുന്നത് കൊണ്ട് ആർക്കും ഗുണമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ? മറിച്ച് ചില കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പപ്പയുടെ ഭാര്യ, മക്കൾ, മറ്റു ബന്ധുക്കൾ ഇങ്ങോട്ട് വരണമെന്ന് ആശിച്ചു വന്നതല്ല ഞാൻ. കടപ്പാട്ടൂരെ അച്ഛൻ്റെ കടമ ചെയ്തതാ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. പപ്പയും വല്യപ്പച്ചനെയും ഒക്കെ കാണാൻ പറ്റിയല്ലോ. ആ സന്തോഷം തന്നെ ധാരാളം. ഞാൻ പോയിക്കൊള്ളാം. വാസ്തവത്തിൽ അലീനയിൽ നിന്നും ഔദക്കുട്ടിച്ചായൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ശത്രുപാളയത്തിൽ നിന്നെന്ന പോലെ നുഴഞ്ഞു കയറി വന്ന ഒരു പെണ്ണ്. അവൾ ലാലിച്ചൻ്റെ മകളായിരിക്കാം, എന്നാലും അവളുടെ വരവിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കണം. ഒരു വിഷവിത്തായി ഈ കുടുംബ ചുറ്റുപാടുകളിൽ പടർന്നു കയറുവാൻ ഇടവരരുത്. എന്തെങ്കിലും കൊടുത്ത് ശല്യം ഒഴിവാക്കണം. ഈ ചിന്തകളോടുകൂടിയാണ് ഔദക്കുട്ടി പുനലൂരിൽ നിന്നും കുളത്തുപുഴയിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. പൂവ് പോലെയുള്ള ഒരു പെൺകിടാവ്. അവൾക്ക് സ്വാർത്ഥ ലക്ഷണങ്ങളൊന്നുമില്ല. ഒട്ടുമിണങ്ങാത്ത ഈ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി അവൾക്ക്. ഔദക്കുട്ടിച്ചായൻ പറയുകയാണ്, ഇവിടെ വന്നൊരു ചൂലെടുത്ത് നിന്നെ അടിച്ചോടിക്കാനൊന്നും വന്നതല്ല വല്യപ്പച്ചൻ. മോളിരിക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അല്ല, വല്യപ്പച്ചന് കുടിക്കാൻ എന്താ വേണ്ടത്? കുടിക്കാനൊക്കെ അവൻ തന്നു. അത് കേട്ടുകൊണ്ട് അലീന മുഖം ചെരിച്ച് ഒന്ന് നോക്കി ആ മുഖത്തേക്ക്. ചെറുപ്പത്തിൽ കൂട്ടുകാരൊക്കെ കൂടി കള്ളു കുടിച്ചിട്ട് പാതിരാത്രിക്ക് വീട്ടിൽ കയറി വരുമ്പോൾ ചിന്നമ്മ നോക്കാറുള്ള അതേ നോട്ടം തന്നെ. ആ നോട്ടത്തിൽ പരിഭവമുണ്ട്, സങ്കടമുണ്ട്, സ്നേഹശാസനയുണ്ട്, ഒരൽപ്പം ദേഷ്യവുമുണ്ട്, അപേക്ഷയുമുണ്ട്. പിന്നെയും വേർതിരിച്ചറിയുവാനാകാത്ത അനേകായിരം അർത്ഥങ്ങളുമുണ്ട്. ഔദക്കുട്ടിച്ചായൻ പഴയൊരു ഓർമ്മയിൽ മന്ദഹസിച്ചുകൊണ്ട് പറയുകയാണ്, എന്തായാലും ലാലിച്ചൻ്റെ മോളാണല്ലോ നീ. ലാലിച്ചനോ? അലീന അതിശയത്തോടു കൂടി ചോദിച്ചു. ആ, സ്റ്റാൻലിക്ക് ചിന്നമ്മയിട്ട പേരാണ് ലാലിച്ചനെന്ന്. ചിന്നമ്മയെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ, നിന്റെ വല്യമ്മച്ചി. പാവം, മരിച്ചുപോയി. സ്റ്റാൻലിയെ അവൾ അങ്ങനെ വിളിക്കുമായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളും അത് തന്നെ വിളിച്ചങ്ങ് ശീലിച്ചു. ലാലിച്ചൻ. അലീന മൃദുവായി ആ പേരുച്ചരിച്ചു. ആലിപ്പഴം പോലത്തെ പേര്. പക്ഷേ പേരും ആളും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് തന്നെയാണ് ചേർച്ച.
അലീന അതൊരു പുഞ്ചിരിയോടുകൂടിയാണ് പറഞ്ഞു നിർത്തിയത്. ഔതക്കുട്ടിച്ചായൻ അത് കേട്ടുകൊണ്ട് ഉറക്ക ചിരിച്ചു. ഇതൊന്നും അല്ലായിരുന്നു അവൻ്റെ സ്വഭാവം, മെരുങ്ങിയതാ. അലീനയ്ക്ക് അത് കേട്ടിട്ട് ചിരി വന്നു. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, കടുവയല്ലായിരുന്നോ, കടുവ. ദോഷം പറയരുതല്ലോ, എൻ്റെ ചെറുപ്പത്തിലെ സ്വഭാവം തന്നെയാണ് ലാലിച്ചന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അലീന, അതായത് ഒരു വീട്ടിൽ 2 കടുവയുണ്ടായിരുന്നുവെന്ന് ചുരുക്കം. ഔതക്കുട്ടിച്ചായൻ നിയന്ത്രണം വിട്ട് വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, അവൻ എങ്ങനെയാ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിന്നോടൊരു ഇഷ്ടം തോന്നിയത്? അതാ എനിക്ക് അതിശയം. പണ്ടേ ആരോടും ഒരു മമതയില്ലാത്തവനാ. ഓ, അങ്ങനെയൊന്നുമല്ല, എന്നോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. പിന്നെ നീ ഒന്ന് പോകച്ചേ, ഈ മുറി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള മുറി അല്ല ഇത്. ആ, ഇത്തിരിയൊക്കെ സ്നേഹം കാണുമായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൻ്റെ ഉള്ളു കണ്ടവരാരുമില്ല മോളെ. സ്നേഹമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ദേഷ്യമായിരിക്കും, ദേഷ്യമാണെന്ന് വിചാരിക്കുമ്പോൾ സ്നേഹമായിരിക്കും. എന്നോടേ ഉള്ളൂ അവൻ ഇത്തിരി മയം, ബാക്കിയുള്ളവർക്ക് അവനോട് മിണ്ടാൻ പോലും പേടിയാ. അയ്യോ, ഞാൻ ഏതാണ്ടൊക്കെ അധിക പ്രസംഗം പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്നോട് വഴക്കൊന്നും പറഞ്ഞില്ല പപ്പ. അതല്ലയോ മോളെ ഞാൻ പറഞ്ഞത്, അവന് നിന്നോട് എന്തോ അലിവ് തോന്നിയിട്ടുണ്ടെന്ന്. വല്യപ്പച്ചൻ എന്നെ മോളെ എന്നൊന്നും വിളിക്കണ്ട, പിന്നെ എനിക്ക് ഇവിടം വിട്ട് പോകുവാൻ മനസ്സ് വരില്ല. പറഞ്ഞയക്കുന്നെങ്കിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കണം, സ്നേഹിച്ച് സങ്കടപ്പെടുത്തരുത്. ഔതക്കുട്ടി വല്ലാതെയായി. അയ്യോടാ, ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത് പറഞ്ഞയക്കണോ വേണ്ടയോ എന്നൊക്കെ. അതൊക്കെ ലാലിച്ചനല്ലേ തീരുമാനിക്കേണ്ടത്. വല്യപ്പച്ചനും ഏകദേശം തീരുമാനിച്ചുകൊണ്ടൊക്കെ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്. അയാൾ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി, ഒരു പരുങ്ങലോടുകൂടിയുള്ള നോട്ടം. ആ, തീരുമാനങ്ങൾ അഴിക്കുകയും മുറുക്കുകയും ഒക്കെ ചെയ്യാമല്ലോ, കയ്യൊപ്പിട്ട എഗ്രിമെൻ്റ് ഒന്നും അല്ലല്ലോ അത്. തുടർന്ന് ഔതക്കുട്ടിച്ചായൻ ഒരു ഒഴുക്കൻ മട്ടിൽ പറയുകയാണ്, കൊച്ചേ, നീ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും കുടിക്കാനെടുക്ക്, ചായയോ കാപ്പിയോ, അത് നിന്റെ ഇഷ്ടം പോലെ. അയ്യോടാ, കള്ളു കുടിച്ചെന്നല്ലേ പറഞ്ഞത്? അതൊന്നും സാരമില്ലെന്നേ. ആ, എങ്കിൽ ഞാൻ ആൻ്റപ്പൻ ചേട്ടനോട് പറയാം. ഒരു ചായ എടുക്കാനൊന്നും നിനക്ക് അറിയത്തില്ലയോ? അറിയാം, ഞാനിവിടുത്തെ അടുക്കളയിൽ കയറി വല്ലതും ചെയ്താൽ കേണൽ ചെവിക്ക് പിടിക്കുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ്. അത് ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. അലീന അത് കേട്ടുകൊണ്ട് കിച്ചണിലേക്ക് പോയി. പിന്നാലെ ഔതക്കുട്ടിയും ചെന്നു. അലീന ചായ ഇടുവാൻ ഭാവിച്ചപ്പോൾ പൗലൂസ് തടഞ്ഞു. പൗലൂസ് പറയുകയാണ്, കുഞ്ഞതവിടെ വെച്ചേക്ക്, മുതലാളിയുടെ ചീത്ത ഞാൻ കേൾക്കേണ്ടി വരും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ, നിന്റെ മുതലാളിയോട് ഞാൻ സമാധാനം പറഞ്ഞോളാം. ഔതക്കുട്ടി പറയുന്നത് കേട്ട് പൗലോസ് തലതിരിച്ചൊന്ന് നോക്കി. എന്നിട്ട് അസ്പഷ്ടമായ സ്വരത്തിൽ എന്തോ പിറുപിറുത്തു. അലീന ചായ ഇട്ടു. 1 കപ്പ് ഔതക്കുട്ടിച്ചായന്, മറ്റൊരു കപ്പ് പൗലോസിന്, അടുത്തത് അവൾക്കും. ഔതക്കുട്ടിച്ചായൻ ചായ രുചിച്ചു നോക്കി. എന്നിട്ട് പൗലോസിനോട് പറയുകയാണ്, ഡാ, ഇതിൻ്റെ പാകം എന്താന്ന് ഈ പെങ്കൊച്ചിനോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചു. അപ്പോൾ അലീന ഔതക്കുട്ടിച്ചായനോട്, ആ കൊള്ളാം, എന്നെ കളിയാക്കിയതാണ് അല്ലേ? ആണെന്ന് വെച്ചോ, പക്ഷേ എനിക്കിനി ഇങ്ങനത്തെ ചായ മതി, നീ തന്നെ ഇട്ട് തരികയും വേണം. കള്ളു കുടിച്ച വയറ്റിലോട്ട് ചായ ചെല്ലുമ്പോൾ പിരിഞ്ഞു പോവില്ലേ വല്യപ്പച്ച, പാല് പിരിയണത് പോലെ? പിരിഞ്ഞോട്ടെ, ആർക്കാ ഛേദം? ചിന്നമ്മ ഉണ്ടാക്കി തന്ന എന്തുമാത്രം ചായ അങ്ങനെ പിരിഞ്ഞു പോയിരിക്കുന്നു. അത് പറയുമ്പോൾ ഔതക്കുട്ടിയുടെ മുഖത്ത് സംതൃപ്തമായ ഒരു ചിരിയുണ്ടായിരുന്നു. ചായ കുടിച്ച കപ്പ് അയാൾ അലീനയെ ഏൽപ്പിച്ചു. ഞാൻ ലാലിച്ചനെ ഒന്ന് കണ്ടേച്ചു വരാം. അയാൾ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് പോയി. സ്റ്റാൻലി സോഫയിൽ മദ്യക്കുപ്പികൾക്കും ഗ്ലാസുകൾക്കും മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോഴും ഔതക്കുട്ടിച്ചായൻ കുപ്പിയെടുത്ത് നോക്കി. ഹ, ഇത് പകുതിയായല്ലോ ലാലിച്ച. അപ്പച്ചന് ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ? വേണ്ട വേണ്ട, എനിക്കൊന്നും തന്നെ വേണ്ട. ഇത് പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ സെറ്റിയിലേക്ക് ഇരുന്നു. എന്നിട്ട് പറയുകയാണ്, ലാലിച്ച, നീ നിന്റെ കുടി കുറയ്ക്കണം. ഒരു പെങ്കൊച്ചി ഈ വീട്ടിലുണ്ടെന്നുള്ള ഓർമ്മ നിനക്ക് വേണം. അവൾക്കാണെങ്കിൽ കുടിക്കുന്നവരെയും വലിക്കുന്നവരെയും ഒന്നും ഇഷ്ടമല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ആഹാ, അപ്പച്ചൻ അവളോട് അതൊക്കെ സംസാരിച്ചോ? ഓ, സംസാരിച്ചു. അത് ശരി, സംസാരിച്ചിട്ട് എന്തു തോന്നി? എൻ്റെ സകല കണക്ക് കൂട്ടലും അവൾ തെറ്റിച്ച് കളഞ്ഞല്ലോ ലാലിച്ച. ഞാൻ കരുതിയത് എങ്ങാണ്ടൊന്ന് വലിഞ്ഞു കയറി വന്ന ഒരു അനാഥ പ്രേതമാണെന്നായിരുന്നു. അവൾ എന്തൊരു മിടുക്കി പെൺകുട്ടിയാ. അവൾ നിന്റെ മോള് തന്നെയാ, അതെനിക്ക് ഉറപ്പായി. ആ, അപ്പം ഇനി സംശയമൊന്നുമില്ലല്ലോ? യാതൊരു സംശയവുമില്ല. അതല്ല ലാലിച്ച എനിക്ക് അതിശയം, നിന്റെ അമ്മയുണ്ടല്ലോ ചിന്നമ്മ, അവൾ എവിടെ പോയെന്ന് നോക്കണ്ട. അതേ രൂപം, അതേ നോട്ടം, അതേ ചിരി, ആ വർത്തമാനം പോലും അതേപടി തന്നെ. ഔതക്കുട്ടിച്ചായൻ ആത്മസംതൃപ്തിയോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ലാലിച്ച, നീ അവളോട് കുറേയൊക്കെ സ്നേഹത്തോടെ പെരുമാറണം കേട്ടോ. അതിൻ്റെ ഒരു സങ്കടം അവൾക്കുണ്ട്. അപ്പോൾ അപ്പച്ചൻ അവളെ പറഞ്ഞയക്കണ്ടേ ഇവിടുന്ന്? അപ്പച്ചൻ അതിനല്ലേ വന്നത്? അതൊക്കെ ശരിയാ, പക്ഷേ അതൊന്നുകൂടെ ആലോചിച്ചിട്ട് മതി. സമയമുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. സമയമില്ലല്ലോ അപ്പച്ച. അപ്പച്ചൻ ഉടനെ തിരിച്ചു പോകണ്ടേ? എടാ, എനിക്ക് ധൃതിയൊന്നുമില്ല. അല്ല, ഉച്ച കഴിയുമ്പോൾ പുനലൂരിൽ ചെന്നിട്ട് എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. എന്നാൽ ഞാൻ ആ പരിപാടി അങ്ങ് മാറ്റിവെച്ചു. എനിക്ക് നാളെ പോയാലും മതി.
ഔതക്കുട്ടിച്ചായന്റെ മുഖത്ത് കപട ഗൗരവം നിറഞ്ഞു. ആ, അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ? സ്റ്റാൻലി ചിരിയോടെ ചോദിച്ചു. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഔതക്കുട്ടിച്ചായൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാ, ഞാൻ അവളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞു തീർന്നില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. അവളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണേ പച്ചാ. അവൾ ഓർക്കാപ്പുറത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചില മർമ്മങ്ങളിലൊക്കെ ഒരു പിടുത്തം പിടിക്കും. അപ്പച്ചൻ വിഷമിച്ചു പോവുകയെ. അപ്പോൾ ഒരു കുസൃതി ചിരിയോടുകൂടി ഔതക്കുട്ടിച്ചായൻ പറയുകയാണ്, എടാ, പെൺകുട്ടികളായാൽ അങ്ങനെ വേണം ലാലിച്ച. തുടർന്ന് ഔതക്കുട്ടിച്ചായൻ വീണ്ടും അലീനയുടെ അടുത്തേക്ക് പോയി. സ്റ്റാൻലി ഒരളവ് മദ്യം കൂടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതിൽ സോഡ കലർത്തിയിട്ട് തൊട്ടടുത്തിരുന്ന ജർമ്മൻ ഷപ്പേഡിനോട് പറഞ്ഞു, അപ്പച്ചൻ നാളെയും പോകത്തില്ല, മറ്റന്നാളും പോകത്തില്ല. ജർമ്മൻ ഷപ്പേഡ് തല കുലുക്കി ഒന്ന് ചെവി കുടഞ്ഞു. തുടർന്ന് വരുന്ന കാഴ്ച കടപ്പാട്ടൂരിലെയാണ്. വീടിനുള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പുതിയ ജീവിതചക്രത്തിന്റെ ചലനം 4-5 ദിവസമായി നിശബ്ദം നിരീക്ഷിക്കുകയായിരുന്നു വൈജയന്തി. തന്റെ അഭാവത്തിൽ അലീന രൂപപ്പെടുത്തിയ ചിട്ടകൾക്കനുസരിച്ചാണ് തന്റെ ഭർത്താവും മക്കളും ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് വൈജയന്തിയെ അരിശം കൊള്ളിച്ചു. എന്നും കുട്ടികൾ പുലർച്ചെ 5 മണിക്ക് ഉണരുന്നു, 6 മണി വരെ പഠിക്കുന്നു, പിന്നെ കിച്ചണിൽ കയറുന്നു. ബബിതയും കൃഷ്ണജയും മുറ്റം പങ്കുവെച്ച് തൂക്കുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ചോറും ഒരുക്കുന്നു. ഇടയ്ക്ക് രോഹിത് അനുജത്തിമാരെ സഹായിക്കുന്നു. കൃഷ്ണജ അച്ഛന് കൃത്യമായി ചായയും മരുന്നും ഭക്ഷണവും എടുത്തു കൊടുക്കുന്നു. കുട്ടികൾ ക്ലാസ്സിൽ പോയി മടങ്ങി വന്നാൽ ഉടൻ തന്നെ ചായ കുടിച്ച് പത്രം വായനയും മറ്റുമായിരിക്കുന്നു. പിന്നെ വീടിന്റെ ഉൾഭാഗം തൂത്തു തുടച്ചു വൃത്തിയാക്കുന്നു, വസ്ത്രങ്ങൾ അലക്കുന്നു, അത്താഴമുണ്ടാക്കുന്നു. 6:30 മണിക്ക് സിറ്റൗട്ടിൽ വിളക്ക് കൊളുത്തുന്നു. 8:30 മണിക്ക് അത്താഴമേശയിലെത്തുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അരമണിക്കൂർ കുട്ടികൾ ലിവിംഗ് റൂമിലിരുന്ന് അന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ബാലചന്ദ്രമേനോനും അവർക്കൊപ്പം കൂടുന്നു. കുറച്ചു സമയം TV കാണുന്നു. 10 മണിക്ക് ഉറങ്ങാൻ പോകുന്നു. അടുത്ത ദിവസം രാവിലെ 4:30 മണിക്ക് വൈജയന്തി അലാറം വെച്ച് ഉണർന്നു. വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് കിച്ചണിലെത്തി. അല്പം വിഷമിച്ചിട്ടാണെങ്കിലും ജോലി തുടങ്ങി. 5 മണിക്ക് ഉണർന്നെഴുന്നേറ്റ് വന്ന ബബിതയും കൃഷ്ണജയും കണ്ടത് വൈജയന്തി കിച്ചണിലിരുന്ന് കറിക്കരിയുന്നതാണ്. അത് കണ്ടുകൊണ്ട് ബബിത ചോദിക്കുകയാണ്, അമ്മ എന്താ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ എഴുന്നേറ്റ് വന്ന് വേണ്ടാത്ത പണി ചെയ്യുന്നത്? വേണ്ടാത്ത പണിയോ? വൈജയന്തി അവളെ ക്രൂദ്ധിച്ചൊന്ന് നോക്കി. ഇത് ഞങ്ങളൊക്കെ ചെയ്യുമായിരുന്നല്ലോ. എനിക്ക് അത്രയ്ക്കങ്ങ് വയ്യാഴികയൊന്നുമില്ല. കാലിന് മാത്രമേ ഉള്ളൂ ചെറിയൊരു കുഴപ്പം. കൈകൊണ്ട് ജോലി ചെയ്യാനേ ഒരു തടസ്സവും ഇല്ല. അമ്മയ്ക്ക് വിശ്രമം വേണ്ട സമയമല്ലേ അമ്മ ഇത്? ഞാനേ കുറച്ചു കാലമൊക്കെ വിശ്രമിച്ചല്ലോ, അത് മതി. മാത്രമല്ല, ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയുമില്ലല്ലോ. കുറേശ്ശെ ഓരോ പണികൾ ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ മടി പിടിച്ചു പോകും. അമ്മയല്ലല്ലോ മുൻപും ഇതൊന്നും ചെയ്തുകൊണ്ടിരുന്നത്, അലീന ചേച്ചിയല്ലേ? കൃഷ്ണജയുടെ ഈ ചോദ്യം കേട്ടുകൊണ്ട്, അലീന ചേച്ചി അവൾ എന്നാടി ഈ വീട്ടിൽ കയറി വന്നത്? അതിനു മുൻപും എത്ര വേലക്കാരികൾ ഇവിടെ നിന്നിട്ടുണ്ട്. അവരുടെ ഒന്നും പേര് നിനക്ക് ഓർമ്മയില്ലേ? വൈജയന്തിക്ക് ദേഷ്യം പിടിച്ചു തുടങ്ങി. പക്ഷേ ബബിത വിട്ടുകൊടുക്കുന്നില്ല. ബബിത പറയുകയാ, ഞങ്ങളെന്തിനാ ഈ വീട്ടിൽ ജോലി ചെയ്ത വേലക്കാരികളുടെ എല്ലാം പേരോർത്തിരിക്കുന്നത്? പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമോ? വൈജയന്തി അസൂയയുടെ പുകച്ചിലോടുകൂടി പറയുകയാണ്, ഈ അലീന ചേച്ചിക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നാണ് ഞാൻ ചോദിച്ചത്. ശമ്പളം മേടിച്ചോണ്ട് തന്നെയല്ലേ അവളും ജോലി ചെയ്തത്? ശമ്പളം മാത്രം അല്ലായിരുന്നല്ലോ, കിമ്പളവും അതിനു പുറമെ ബോണസും ദുരിതാശ്വാസവും ക്ഷാമബദ്ധയും സഹായധനവും കുന്തവും കൊടച്ചക്രവും എല്ലാം ഉണ്ടായിരുന്നല്ലോ. അതിന് ബബിത, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അലീന ചേച്ചിയുടെ പേര് മാത്രം ഓർത്തിരിക്കുന്നത്. വേലക്കാരിയും കൂലിക്കാരിയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നിന്നെയൊക്കെ പ്രസവിച്ച് നിന്റെയൊക്കെ മലവും മൂത്രവും വാരി ഈ വീട്ടിലെ സകല ജോലികളും ചെയ്ത നിന്റെ പെറ്റതള്ളക്ക് ഇപ്പോ അലീന ചേച്ചിയുടെ അത്രയും വിലയില്ല, അല്ലയോടി? പെട്ടെന്ന് ബബിത ഇരു കൈകളും എടുത്ത് കൂപ്പിക്കൊണ്ട് പറയുകയാണ്, അയ്യോ സുല്ല്, നമ്മളെ അങ്ങ് അടിക്കാതെ വിട്ടേക്കണേ. കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കള ജോലി ചെയ്യേണ്ട കാര്യമൊന്നും ഈ വീട്ടിലെ കുട്ടികൾക്കില്ല. അവൾക്ക് കാല് നീട്ടിയിരുന്ന് സുഖിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പലതും പറഞ്ഞു മയക്കി ഇവിടുത്തെ വീട്ടുജോലികളെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവളുടെ ഭരണപരിഷ്കാരങ്ങളൊന്നും ഈ വീട്ടിൽ ഇനി വേണ്ട. വൈജയന്തിയ ഇവിടുത്തെ കുടുംബനാഥ. നാളെ മുതൽ 5:30 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റാൽ മതി. പറഞ്ഞത് കേട്ടോ? ബബിത പെട്ടെന്ന് തിരിഞ്ഞങ്ങ് നിന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ ആകാശം ഇടിഞ്ഞു വീഴുമായിരിക്കും അല്ലേ? ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി. മനസ്സിലായോടി നിനക്ക്? ബബിത പിന്നെ ഒന്നും മിണ്ടിയില്ല. നേരെ അവൾ പോയി കട്ടിലിൽ കയറി കിടന്നു. കൃഷ്ണജ സഹതാപത്തോടെ വൈജയന്തിയെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാ ചുമ്മാതെ വഴക്കുണ്ടാക്കുന്നത്? ചുമ്മാതെയാണോടി? നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാനുണ്ട്? ആ സമയത്ത് അടുക്കളപ്പണിയും വീട്ടുപണിയും ചെയ്തുകൊണ്ടിരിക്കുക. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ ഇങ്ങനെ പോയാൽ? പഠിത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ വീട്ടിലെ പണികളെല്ലാം ഞങ്ങളെല്ലാവരും കൂടി നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും ബബിതേച്ചിയും രോഹിയേട്ടനും അലീന ചേച്ചിയും കൂടി ഒത്തുകൂടിയ പടപടയെന്ന് തീരും എല്ലാ പണിയും. പഠിക്കാനൊക്കെ മുമ്പത്തേക്കാൾ സമയമുണ്ടായിരുന്നു. എടീ, പഠിക്കാൻ ഇത്തിരി സമയം ഇപ്പോൾ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്കെന്താ കുഴപ്പം? പിന്നെ അതുപോലെ രോഹിത്തിനെ കൊണ്ട് നിങ്ങൾ അടുക്കളപ്പണി ചെയ്യിച്ചത് അത് വലിയ കേമമാണെന്നാണോ വിചാരം? ഞാൻ കണ്ടു നിന്റെയൊക്കെ ഡ്രസ്സ് വരെ അവനെ കൊണ്ട് അയൺ ചെയ്യിക്കുന്നത്.
അവനൊരാണല്ലേടി? ആഹാ, അത് കൊള്ളാലോ. ആൺപിള്ളേര് വീട്ടുജോലി ചെയ്താൽ എന്താ, അവരുടെ കൈ ഉളുക്കി പോകുമോ? അന്യ വീട്ടിലൊന്നും അല്ലല്ലോ, സ്വന്തം വീട്ടിലല്ലേ. സ്വന്തം അനുജത്തിമാരെ സഹായിക്കാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. രോഹിയേട്ടനാണെങ്കിൽ ചോറും കറിയും സാമ്പാറും പുളിശ്ശേരിയും എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചായിരുന്നു. നല്ല രുചിയായിട്ട് അവിയൽ പോലും വെക്കും. എല്ലാം അലീന ചേച്ചി പഠിപ്പിച്ചതാ. ദേ, അവളുടെ പേരെന്നോട് പറയല്ലേ പെണ്ണെ, എനിക്ക് കലി കയറും. വൈജയന്തി കോപത്തോടെ കൃഷ്ണജയെ തന്നെ തുറച്ചു നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ആൺകുട്ടികൾ പാചകം പഠിച്ചു വെച്ചാൽ എന്താ കുഴപ്പമൊന്നും നിനക്കറിയുവോ? അവനൊക്കെ പെണ്ണ് കെട്ടുമ്പോൾ അച്ചിമാർക്ക് വെച്ചു വിളമ്പേണ്ടി വരും. രുചിയായിട്ട് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാവുന്ന ആണുങ്ങൾക്ക് അവരുടെ ഭാര്യമാര് വെച്ചു കൊടുത്താൽ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവരുടനെ അവളുമാരെ പാചകം പഠിപ്പിക്കാൻ ഇറങ്ങും. അത് തന്നെ തരമെന്ന് കണ്ട് അവളുമാരൊക്കെ ഇണക്കത്തിൽ ഒട്ടി നിന്നുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കൃഷ്ണജ വീണ്ടും ചോദിക്കുകയാണ്, അതിനെന്താ ഇത്ര കുഴപ്പം? നിന്റെ അച്ഛനോട് ചെന്ന് ചോദിക്ക്. ആ മനുഷ്യൻ ഇന്നേ വരെ ഈ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് എങ്കിലും കഴുകുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഹാ, അച്ഛനെ പഠിപ്പിക്കാൻ ഒരു അലീന ചേച്ചി ഇല്ലാതെ പോയി. ഓ, അത് ശരി. രോഹിത്തിനെ പഠിപ്പിച്ച നേരത്ത് ആവാമായിരുന്നല്ലോ. ആ, അതെങ്ങനെ നടക്കാനാ? നിങ്ങളെ 3 പേരെയും കൂടെ വീട്ടുജോലി ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അങ്ങേരും അവളും കൂടി. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അമ്മ പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അത്രയും കുറച്ച് പൊല്യൂഷൻ അല്ലേ ഈ വീട്ടിലുണ്ടാവൂ. അതും പറഞ്ഞിട്ട് കൃഷ്ണജ വെട്ടിത്തിരിഞ്ഞ് ഒരൊറ്റ പോക്കായിരുന്നു. വൈജയന്തിക്ക് കാലിന്റെ പെരുവിരൽ മുതൽ പെരുത്ത് കയറി വന്നെങ്കിലും പണിപ്പെട്ട് അവരതടക്കി. ബബിതയും കൃഷ്ണജയും കൂടി 6:30 മണിക്ക് മുറ്റമടിക്കുവാൻ ഇറങ്ങിച്ചെന്നപ്പോൾ ഹോം നേഴ്സ് സുനിത ആ ജോലി പകുതിയോളം തീർത്തു കഴിഞ്ഞു. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, നിങ്ങളോട് ആര് പറഞ്ഞു മുറ്റം തൂക്കാൻ? എന്നോട് ജയന്തി ചേച്ചിയാണ് പറഞ്ഞത്. മുറ്റം തൂക്കലാണോ ഹോം നേഴ്സിന്റെ ജോലി? എനിക്ക് ഡെയിലി 50 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ. ബബിതയും കൃഷ്ണജയും മുഖത്തോട് മുഖം നോക്കി. തുടർന്ന് ബബിത ചോദിക്കുകയാണ്, അതെ, ഇവിടുത്തെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ ഞാൻ ഡെയിലി 100 രൂപ തരാം, അത് ചെയ്യാമോ? എൻ്റെ കുഞ്ഞെ, ഞാനൊരു ശമ്പളക്കാരിയാണ്. എന്നെ ജോലിക്ക് വെച്ചയാൾ ചെയ്യാൻ പറയുന്നു. എൻ്റെ കഷ്ടപ്പാട് കാരണം ഞാനതനുസരിക്കുന്നു. ബബിത ഉടൻ തന്നെ വൈജയന്തിയെ സമീപിച്ചു. 50 രൂപ വെച്ച് ഞങ്ങൾക്കിതാ, ദിവസം ഞങ്ങൾ 2 തവണ മുറ്റം തൂക്കാം. അപ്പോൾ വൈജയന്തി അവളുടെ നാവടപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്, നിങ്ങളുടെ ജോലി പഠിക്കാനുള്ളതാ, അത് മാത്രം അങ്ങ് ചെയ്താൽ മതി. രോഹിത് ഇടയ്ക്ക് കിച്ചണിൽ കയറി വന്നപ്പോൾ അടുക്കള ഭരണം അമ്മ കൈപ്പിടിയിൽ ഒതുക്കി എന്ന് മനസ്സിലാക്കി. അവൻ അനുജത്തിമാരെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, അമ്മ ഒരു അട്ടിമറി നടത്തി സാമ്രാജ്യം തിരിച്ചു പിടിച്ചു, അതിൻ്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ടല്ലോ. അതിന് ബബിത, അലീന ചേച്ചിയോടുള്ള വാശിയാ രോഹിയേട്ടാ. ആ, നടക്കട്ടെ. ഇത് പറഞ്ഞിട്ട് രോഹിത് പിൻവാങ്ങി. വീട്ടിലെ ഭരണമാറ്റം ബാലചന്ദ്രമേനോനും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളതായിരുന്നു അയാളുടെ ആശങ്ക. പ്രത്യക്ഷത്തിൽ വൈജയന്തിയെ കുറ്റപ്പെടുത്തുവാൻ കാരണമൊന്നുമില്ല. കുട്ടികളെ പഠിക്കാൻ വിട്ടിട്ട് അവൾ വീട്ടുജോലി ചെയ്യുന്നത് തികച്ചും സ്വാഭാവികം. എന്നാൽ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർവാശി കുടുംബാന്തരീക്ഷത്തെ ശിഥിലമാക്കുമെന്ന് അയാൾ ഭയന്നു. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും വൈജയന്തി സുനിതയുടെ കൂട്ടുപിടിച്ച് വീട് തൂത്തു തുടച്ചു വൃത്തിയാക്കിയിട്ടിരുന്നു. മുഷിഞ്ഞ ഡ്രസ്സ് വാഷിംഗ് മെഷീനിലിട്ട് കഴുകി ഉണങ്ങാനിട്ടു. കുട്ടികളുടെ ഡ്രസ്സ് വൈജയന്തി തന്നെ അയൺ ചെയ്തു വെച്ചു. രാത്രി ഭക്ഷണമുണ്ടാക്കുവാനും അവൾ കുട്ടികളെ അനുവദിച്ചില്ല. അലീന TV കാണുവാൻ അനുവദിച്ച 9:30 മണി എന്ന സമയം 7 മണിയിലേക്ക് വൈജയന്തി മാറ്റി. 7:30 മുതൽ 8:30 വരെ പഠിത്തം, പിന്നെ അത്താഴം. അതിനുശേഷം രോഹിത്തും ബബിതയും കൃഷ്ണജയും ബാലചന്ദ്രമേനോനും കൂടി ലിവിംഗ് റൂമിൽ പോയിരുന്ന് സംസാരിച്ചു. വൈജയന്തി അവിടേക്ക് ചെന്നു. എന്നിട്ട് വലിയ ഗൗരവത്തോടു കൂടി പറയുകയാണ്, അത്താഴം കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും മാറിയിരുന്ന് സൊള്ളിയാ മതിയോ? പഠിക്കാനൊന്നും ഇല്ലേ നിങ്ങൾക്ക്? വല്ല തേവിടിശികളും വന്ന് ഈ വീട്ടിലുണ്ടാക്കി വെച്ച ചീത്ത ശീലങ്ങളൊന്നും ഇനി ഇവിടെ നടപ്പില്ല. 10:30 വരെ ഉറക്കളച്ചിരുന്ന് പഠിച്ചോണം 3 പേരും. ബബിതയും രോഹിത്തും പരസ്പരം ഒന്ന് നോക്കി. എന്നിട്ട് ബബിത ചോദിക്കുകയാണ്, ഞങ്ങൾ അല്പസമയം ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം? അതാ പറഞ്ഞത്, അവളുടെ ഭരണപരിഷ്കാരമൊന്നും ഇവിടെ ഇനി വേണ്ടാന്ന്. നിങ്ങൾക്ക് എന്താ ഇത്ര പറയാനുള്ളത്? നാട്ടുകാരുടെ പരദൂഷണമോ, അതോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന സില്ലി തിങ്സുകളൊക്കെയോ? അതൊക്കെ അവിടെ ഇട്ടിട്ട് പോരണം. ബബിതയുടെ മുഖം മുറുകി. അവൾ ബാലചന്ദ്രമേനോനെ നോക്കി. അച്ഛൻ ഇതിനൊന്നും പറയാനില്ലേ? അച്ഛനാണോ അമ്മയാണോ ഈ വീട്ടിലെ കുടുംബനാഥൻ? ബബിതയുടെ ആ ചോദ്യം ബാലചന്ദ്രമേനോനെ തെല്ല് ക്ഷീണിപ്പിച്ചു. കലാപത്തിന് തിരികൊളുത്തുകയാണെന്ന് അവൾക്കറിയില്ല. വെട്ടൊന്ന് മുറി 2, അതാണ് അവളുടെ സ്വഭാവം. ബാലചന്ദ്രമേനോന്റെ മൗനം ബബിതയെ രോഷാകുലയാക്കി. ഞങ്ങളെ കൺഫ്യൂഷനിലാക്കരുത് അച്ഛൻ. ഒന്നുകിൽ അച്ഛൻ പഞ്ചപുച്ഛമടക്കി അമ്മ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ അടി കൊടുത്തിട്ടായാലും ശരി അമ്മയെ കൊണ്ട് അനുസരിപ്പിക്കണം. അതിന് അച്ഛന് ചുണയുണ്ടോ? അപ്പോഴേക്കും വൈജയന്തിയുടെ പ്രത്യുത്തരം വന്നു. വൈജയന്തിയെ അനുസരിപ്പിക്കണമെങ്കിൽ നിന്റെ അച്ഛൻ വേറൊരു ജന്മം ജനിക്കണം. ഒരു ഭർത്താവിന്റെ കടമ വേണ്ടതുപോലെ ചെയ്തവന് മാത്രമേ ഭാര്യയെ അനുസരിപ്പിക്കുവാൻ അധികാരമുള്ളൂ. രാവിലെ തോറും ഒരു ഭീരുവിനെ പോലെ കോണിപ്പടി കയറി ഗസ്റ്റ് റൂമിലെത്തി വാതിലടയ്ക്കുന്ന ഭർത്താവിനെ അതിനുള്ള യോഗ്യതയൊന്നുമില്ല.
വൈജയന്തിയുടെ ആ വാക്കുകൾ ബാലചന്ദ്രമേനോന്റെ ശിരസിൽ ആണി അടിച്ചതുപോലെ തറഞ്ഞു കയറി. ബാലചന്ദ്രമേനോൻ തന്റെ മക്കളുടെ മുഖത്തേക്ക് നോക്കി സ്തംഭിച്ചു നിൽക്കുകയാണ് മൂന്നുപേരും. അവരുടെ ദൃഷ്ടികൾ മെല്ലെ തന്റെ നേർക്ക് തിരിയുന്നത് അയാൾ കണ്ടു. അമ്മ മക്കളുടെ മുൻപിൽ വെച്ച് അച്ഛന്റെ ഭർത്തൃപദവിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അച്ഛന്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അച്ഛന്റെ പുരുഷത്വത്തെ അവഹേളിച്ചിരിക്കുകയാണ്. അച്ഛൻ ഇതിനൊരു മറുപടിയില്ലേ എന്നാണ് കുട്ടികളുടെ നോട്ടത്തിന്റെ അർത്ഥം. മറുപടിയുണ്ട്. ബാലചന്ദ്രമേനോന്റെ പാദം മുതൽ നെറുക വരെ ചോര തിളച്ച് നീരാവിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ അച്ഛന്റെ ആത്മാഭിമാനത്തെയും ആണത്വത്തെയും അധിക്ഷേപിക്കുന്ന നിങ്ങളുടെ അമ്മ വിവാഹത്തിന് മുൻപ് മറ്റൊരു പുരുഷനൊത്ത് ജീവിച്ചവളാണ്. ഇവൾ നിങ്ങളുടെ അമ്മ 24 വർഷങ്ങൾക്ക് മുൻപ് നെയ്യാറ്റിൻകരയിലെ ഒരു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞിനെ പിഴച്ചു പ്രസവിച്ചവളാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ആ രഹസ്യം മറച്ചുവെച്ച് നിങ്ങളുടെ അച്ഛനെ വഞ്ചിച്ചവളാണ്. അവൾ പ്രസവിച്ച കുഞ്ഞ് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അവളാണ് 3 ദിവസം മുൻപ് വരെ നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അലീന ചേച്ചി. ഇത് മതിയോ മറുപടി? മക്കൾ 3 പേരും നടുങ്ങി തരിച്ചു നിൽക്കുകയാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ അവർ വൈജയന്തിയുടെ നേർക്ക് നോക്കുന്നുണ്ട്. വൈജയന്തി രക്തം വാർന്നു വിളറി ഒരു പ്രേത രൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് തന്റെ വിജയമുഹൂർത്തം. മഴത്തോരു മുൻപേ എന്ന പരമ്പര ഞെട്ടിക്കുന്ന വഴിത്തിരിവിലേക്ക് പ്രവേശിക്കുകയാണോ? കാത്തിരിക്കാം ഇതിന്റെ ബാക്കി ഭാഗത്തിന് വേണ്ടി അടുത്ത ദിവസം വരെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.